നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടു. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിലാണ്. പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം നമ്മൾ ഇന്നൊരു ലോഡഡ് മൈലേജ് ട്രയൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഏറ്റവും പുതിയ എയ്സിൻ്റെ മാജിക് എക്സ്പ്രസ് എന്ന് പറഞ്ഞ 10+1 സീറ്ററോട് കൂടിയ ഈ ഒരു വാനിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് കോട്ടയത്തുനിന്ന് വണ്ടി എടുത്ത് ഏറ്റുമാനൂർ വണ്ടി എടുത്തിട്ട് നമ്മൾ ഏതായാലും ഒരു തിരുവല്ല ചങ്ങനാശ്ശേരി ആ റോഡിലൊക്കെ ഒന്ന് കറങ്ങി ഒരു 10-100 കിലോമീറ്റർ ചുറ്റളവ് വന്നിട്ട് നമുക്ക് ഏതായാലും ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി വണ്ടി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് CNG, അതുകൊണ്ട് നമുക്ക് അത് അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഏതായാലും നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊന്ന് കറങ്ങി വന്നിട്ട് ഇതിൻ്റെ മൈലേജ് എടുത്തിട്ട് വരാം. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വണ്ടി എങ്ങനെയുണ്ട് ശരിക്കും? കുഴപ്പമില്ല. സ്കൂള് പിള്ളേരോട്ടത്തിനൊക്കെ നല്ല വണ്ടിയാണ്. ഓടിക്കാനാണല്ലോ, നമുക്ക് ചെറുവഴിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാനാണല്ലോ ഭയങ്കര എളുപ്പമുള്ള ഇതാണ്. ഇപ്പം നേരത്തെ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഡീസലൊക്കെ ഉണ്ടായിരുന്നില്ല വണ്ടി. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇതിന്റെ ഒരു ഡീസലിനേക്കാളും സുഖമാണ് വണ്ടി ഓടിക്കാൻ. വണ്ടി വലിയൊക്കെ ഉണ്ട്. ഡീസലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്റ്റിയറിംഗ് ഒക്കെ ആണല്ലോ ഭയങ്കര പഴയതിനേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടാണ്. ഓടിക്കാനൊക്കെ ആണല്ലോ നമുക്ക് സുഖമുണ്ട്. പിന്നെ അകത്തിരുന്നാലും വലിയ ചൂടില്ല. ഭാഗത്തുനിന്ന് വലിയ ചൂട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഡീസലാകുമ്പോ ഭയങ്കര ചൂട് കുഴപ്പമില്ല. മൈലേജിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് മൈലേജ് നമുക്ക് ഒരു പറയാൻ പറ്റും? 20 റേഞ്ചിലേക്ക് വീഴുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മളൊരു ഹൈവേ ഒക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ ഒരു 20-25 റേഞ്ച് കിട്ടും. മനസ്സിലായി. ഇപ്പൊ അതായത് ഇപ്പൊ ഇതിനകത്തൊരു 10 പേര് ഓൾമോസ്റ്റ് കയറുമല്ലോ. ഈ 10 പേര് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? വലിയ വിഷയം വരുന്നില്ല. ഡീസലിനെ അപേക്ഷിച്ച് സ്മൂത്ത് ആണ്. അതാണല്ലോ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. ഇപ്പൊ ഈ സ്കൂളിന്റെ സമയം കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി സ്കൂളുകളിലേക്ക് ഈ വണ്ടി ഇപ്പൊ പോകുന്നുണ്ടല്ലേ. എഞ്ചിൻ നല്ല സ്മൂത്ത് ആണ്, നല്ല സൗണ്ട് ഒന്നുമില്ല. നല്ല രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പെട്രോൾ വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ തന്നെ നമുക്ക് കാറ് കൊണ്ടു നടക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ CNG വണ്ടി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. വേറെ റീജനറേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരു പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും വണ്ടി കൊണ്ടു നടക്കുന്നതിന് മനസ്സിലായി ഈസി ആയിട്ട് ഗീറിടുന്നതിനും ഒന്നിനും കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ഒരു സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ സർവീസ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ CNG-നായ കാരണം വലിയ കംപ്ലൈന്റോ കാര്യങ്ങളോ അങ്ങനെ വരാനില്ല. മനസ്സിലായി. പെട്രോൾ എഞ്ചിന്റെ ആ ഒരു സെയിം ഇതായ കാരണം കുഴപ്പമില്ല. നമ്മളിവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി തിരുവല്ല ജസ്റ്റ് പത്തനംതിട്ട ഒരു 100 കിലോമീറ്റർ വട്ടം കറങ്ങി വരുന്ന രീതിക്കുള്ളൊരു ഇത് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് ഒരു പത്തനംതിട്ട റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിട്ട് ജസ്റ്റ് കറങ്ങി വരുന്നു. എല്ലാ തവണത്തെ പോലെ നമ്മൾ റോഡിലെ ഫുൾ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണിച്ചായിട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഓടി തീർന്നിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം മഴയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാമറ പിടിച്ചുകൊണ്ട് അകത്ത് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നതും വലിയ ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി കുറച്ച് കാഴ്ചകളോടൊക്കെ കണ്ട് നമുക്ക് നേരെ പോയിട്ട് വരാം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് ഈ ഒരു CNG പ്ലസ് പെട്രോൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു മൈലേജ് നമുക്ക് ഓൾ ടോട്ടൽ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിനകത്തൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി 10+1 സീറ്റിങ്ങോടുകൂടി ഇത്രയും ഹെവി ആയിട്ട് വേറൊരു റേഞ്ച് വണ്ടി ഇന്ന് നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് സ്കൂൾ വാനുകൾ, അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കിടിലൻ വണ്ടികളായിട്ടാണ് ഇത് കൂടുതലായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻജിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് ലാസ്റ്റ് ടൈമിനെക്കാട്ടിൽ എൻജിൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ റിഫൈൻ ആയിട്ടുണ്ട്. മറ്റേ ആഡ്ലുവിൻ്റെ സീനോ റീജനറേഷൻ്റെ കാര്യങ്ങളോ ഒന്നും നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിനിയും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പോയി തിരിച്ച് വരാം. അപ്പം നമ്മൾ ഓടിച്ച് വന്ന് നമുക്കിവിടെ അത്യാവശ്യം നല്ല ഹെവി മഴ അപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു ചായ പിടിക്കാൻ വേണ്ടി മഴയത്ത് ഇവിടെ നിർത്തിയതാണ്.
അപ്പോൾ ഏതായാലും മഴയത്തെ ഇപ്പോൾ നമ്മൾ ഓരോ ടെറൈനിക്കൽ ഓടിക്കുമ്പോഴാണല്ലോ വാഹനത്തിൻ്റെ ആ ഒരു എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇനി കുറേ മഴയത്തോടെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോണേ. മഴയത്തോടെ പോകുമ്പോൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഒക്കെ എങ്ങനെയുണ്ട്, ചവിട്ടിയാൽ ബ്രേക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു മാജിക്കിൻ്റെ ഓടിച്ചിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് CNG ഫില്ല് ചെയ്യാം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടിയെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അറിയാം എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. ശരിക്കും ഇതിന് നമ്മളിപ്പോൾ പെട്രോളിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേന് ഇതറിയാമല്ലോ, CNG ആണ് കൂടുതൽ ആളുകൾ കയറും. അപ്പം ആ ഒരു ചെറിയ മൈലേജ് പോലും നമുക്ക് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഓൾ ടോട്ടൽ കാണിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഓൾ ടോട്ടൽ ഈ വണ്ടിക്കകത്തുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും പേർക്ക് യാത്ര ചെയ്യാം, നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 10+1 പേർക്ക് യാത്ര ചെയ്യാം എന്നുള്ളത് ഇതിനകത്തെ ഒരു മികച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടുമ്പോഴത്തേന് നമുക്ക് ഈ CNG പൈസ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അത്രയധികം ആ ഒരു ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഓൾ ടോട്ടൽ എത്ര കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അറിയാം. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നത് 4.96 ആണ് നമുക്ക് ഇതിനകത്ത് ഒരു ഓൾ ടോട്ടൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 103-104 കിലോമീറ്റർ റേഞ്ചോളം നമ്മൾ ഓടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു കണക്ക് കൂട്ടിയാണ് വന്നത്. അങ്ങനെ ഒരു 100-103 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മളിവിടെ എത്തിയത്. 4.9 kg ആണ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 20-21 റേഞ്ചാണ് നമുക്ക് മൈലേജ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല മൈലേജാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് മൈലേജ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഇത്ര ഒരു 100-103 കിലോമീറ്റർ ഓടിയാണ് നമുക്ക് ആ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇതിന് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടാറ്റ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത ദിവസം നല്ല വീഡിയോ ഇടുന്നതിന് നിങ്ങൾ വിഷ്ണു കൊടു സൈനിങ് ഫ്രം ഓട്ടോസ് വ്ലോഗ്.